നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ ഹാരിസ് ബിരാൻ MP ആണ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഹാരിസ് ബിരാൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഒരു തിരുത്തലുണ്ട്, ഡോക്ടറല്ല ഞാൻ, വക്കീലാണ്. ഓക്കെ 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 ക്ഷമിക്കണം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? ഓണം കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഓണാഘോഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി ശനിയാഴ്ചയാണ് ഇവിടുത്തെ മലയാളി വക്കീലന്മാരുടെ വലിയൊരു കൂട്ടായ്മ, ഓണക്കൂട്ടായ്മ ഉള്ളത്. അതിനുശേഷം 27-ാം തീയതി, അങ്ങനെ ഓരോ ശനിയും ഞായറും ഇപ്പോഴും ഓണാഘോഷം തന്നെയാണ്. ഏകദേശം ഒക്ടോബർ വരെ അത് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ അപ്പം ഡൽഹി തന്നെ ആയിരുന്നു ഓണം അല്ലേ? നാട്ടിലേക്ക് വന്നില്ല? നാട്ടിലേക്ക് വന്നില്ല, കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് അവധിയില്ലാത്ത ദിവസങ്ങളാണല്ലോ. ഓണത്തിന് ഇവിടെ ഡൽഹിയിൽ അവധി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഡൽഹിക്കാരെല്ലാവരും ആ സമയത്ത് ഡൽഹിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നത്. കേരള ഹൗസിൽ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അവിടെ ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ പങ്കെടുത്തു. അപ്പോൾ ഇവിടെയുള്ള മലയാളികളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയമൊക്കെ അങ്ങ് ഈ പ്രഭാത നടത്തത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ നടത്തമൊക്കെ പൂർത്തിയാക്കിയോ? അത് മാത്രം എനിക്കൊരു പ്രതിഷേധമുള്ളൂ. നടത്തത്തിൻ്റെ ഇടയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശരത് എന്നെ കയറി പിടിച്ചത്. എന്തായാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗാർഡനിൽ വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ, ഇപ്പം ഞാൻ വാർത്തകളിലേക്ക് വരികയാണ്. വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പം വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ലീഗും ഒക്കെ പാർലമെന്റ് ചർച്ചയിൽ അതുപോലെ JPC-യിലൊക്കെ ഉന്നയിച്ച ആവശ്യങ്ങൾക്കാണ് കോടതിയും അംഗീകാരം നൽകിയിരിക്കുന്നത്. സന്തോഷകരമാണ്, പ്രതീക്ഷാവഹമൊക്കെയാണ്. പക്ഷേ ഈ ഭാഗിക സ്റ്റേ അത് കേന്ദ്രത്തിന് കൂടി ആശ്വാസം നൽകുന്നതല്ലേ ശ്രീ ഹാരിസ് ബിരാൻ? പിന്നെ അത് നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസ് ഇപ്പോഴും അവിടെ പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ്. ആ കേസിൻ്റെ ഇനി അന്തിമവാദം ഇനി വരും. അന്തിമവാദത്തിന് ശേഷമായിരിക്കും അന്തിമ വിധി വരുന്നത്. സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഇങ്ങനത്തെ ഒരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റുള്ള നിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുവിക്കാറില്ല. നമുക്കൊരു ഉദാഹരണം എന്ന് പറയുന്നത് പൗരത്വ നിയമം. നമ്മൾ ഈ പൗരത്വ നിയമത്തിൻ്റെ സമയത്തും ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. പാർലമെന്റിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ കണ്ടതാണ്. ആ പൗരത്വ നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ പോലും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടേ ഇല്ല. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് മാത്രം. അതിൻ്റെ ഇനി അന്തിമവാദത്തിന് ശേഷമേ അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം വരികയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നോക്കേണ്ടത് പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമത്തിൽ ഇതുപോലെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി അടുത്ത കാലത്ത് പാസ്സാക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കേസിൽ അങ്ങനെ, അതായത് ഈ വഖഫ് നിയമത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് തന്നെ അത് അപൂർവ കേസായിട്ട് സുപ്രീം കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് 3 വകുപ്പുകൾ സ്റ്റേ ചെയ്തതും മറ്റുള്ള വകുപ്പുകളിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ആശ്വാസം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ പോരാട്ടങ്ങൾ നമ്മൾ തുടരേണ്ടി വരും. നമുക്ക് ഇത് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഈ നിയമം അസാധുവാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നാം കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അന്തിമവാദത്തിൻ്റെ സമയത്ത്, അന്തിമ വിധിയുടെ സമയത്ത് മാത്രമേ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ പഴയകാല വിധിന്യായങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു കിട്ടലാണ് കിട്ടിയത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശ്രീ ഹാരിസ് ബിരാൻ, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ ചില വ്യക്തതകൾ വരുത്തുകയാണ് സുപ്രീം കോടതി നോർമലി ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ പ്രധാന നിയമങ്ങൾ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ലഭിച്ചിരിക്കുന്നതും. അത് പറയാതിരിക്കാനും കഴിയില്ല. പക്ഷെ അപ്പോഴും നിയമ പോരാട്ടത്തിലെ ഈ ഭാഗിക സ്റ്റേ എങ്ങനെയാവും പ്രതിഫലിക്കുക ശ്രീ ഹാരിസ് ബിരാൻ? അത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഭാഗിക സ്റ്റേ ആയാലും ഇപ്പോൾ സ്റ്റേ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേസിൻ്റെ അന്തിമവാദം തന്നെയാണ്. അന്തിമവാദത്തിലാണ് നമുക്ക് ഈ പറയുന്ന നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിയമമാണ്, അതുകൊണ്ട് ഇത് അസാധുവാക്കണം എന്നുള്ള വാദങ്ങളെ നമുക്ക് ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇത് പ്രഥമദൃഷ്ട്യാ ഉള്ള സുപ്രീം കോടതിയുടെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത്. വിശദമായിട്ടുള്ള വാദങ്ങൾ കേട്ടിട്ടില്ല. ഇത് ഒരു ദിവസം ഹർജിക്കാരെയും ഒരു ദിവസം സർക്കാരിനെയും കേട്ടിട്ടുള്ളൊരു വിധിയാണിത്. ഇതെന്തായാലും ദിവസം
വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കേസ് തന്നെയായിരിക്കും ഇത്. പക്ഷേ ഈ ഒരു കാലയളവ്, അതായത് സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും. എന്തായാലും ചിലപ്പോൾ 6 മാസം എടുക്കും, 1 കൊല്ലം എടുക്കും. അപ്പോൾ ആ ഒരു കാലയളവിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഇന്നലത്തെ ഇടക്കാലത്തിലൂടെ സുപ്രീം കോടതി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ് ബോർഡിൽ ഇപ്പോൾ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള അംഗങ്ങൾ പാടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമവാദത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയം വരെ കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു എന്തായാലും 12 അംഗങ്ങളുള്ള ആ വഖഫ് ബോർഡിൽ മാക്സിമം 3 പേര് നോൺ മുസ്ലിംസിനെ നിങ്ങളാക്കിയിട്ട് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങൂ എന്ന് പറഞ്ഞു. വഖഫ് കൗൺസിൽ അതേപോലെ തന്നെ 22 അംഗങ്ങളുള്ള വഖഫ് കൗൺസിൽ 4 നോൺ മുസ്ലിംസ് അംഗങ്ങളുമായിട്ട് നിങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്തിമവാദത്തിന് ശേഷം നമുക്ക് നോക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് നടത്തിയത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർക്കും അതേപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് ഓഫീസർക്കും വലിയ രീതിയിലുള്ള അധികാരം കൊടുത്തിരുന്നു. അതായത് ഒരു വഖഫ് ഭൂമി അല്ലെങ്കിൽ ഒരു വഖഫ് സ്വത്ത് വഖഫ് അല്ലാതായി മാറ്റാകുന്ന രീതിയിലേക്കുള്ള ഒരു അധികാരം കൊടുത്തിരുന്നു. ആ അധികാരം സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അത് സ്റ്റേ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളോ അല്ലെങ്കിൽ വഖഫ് ഭൂമികളോ അല്ലെങ്കിൽ പള്ളികളോ ഈ കളക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അത് വഖഫ് അല്ല, ഏതെങ്കിലും ഒരു കയ്യേറ്റ വസ്തുവാണ്, അത് കേന്ദ്ര സർക്കാരിൻ്റെ വസ്തുവാണെന്ന് പറയാനുള്ള അധികാരം നിയമം കൊടുത്തിരുന്നു. അത് നിലനിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുടെ ക്യാരക്ടർ തന്നെ മാറിയേനെ, സ്വഭാവം തന്നെ മാറിയേനെ. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റേ ചെയ്തതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരം. ഓക്കെ വ്യക്തമാണ് ശ്രീ ഹാരിസ് ബിരൺ. ശ്രീ ഹാരിസ് ബിരൺ, ഇപ്പം ഈ SIR നടപ്പാക്കാൻ പോവുകയാണല്ലോ കേന്ദ്രവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നിപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അട്ടപ്പാടിയിലേക്ക് എത്തുകയാണ്. പരിശോധനകൾക്ക് ഔദ്യോഗികമായി തുടക്കമിടാനാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നേരിട്ടെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് പോലെ എല്ലാം സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ഈ വാദമൊക്കെ അത്ര നിഷ്കളങ്കമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ ശ്രീ ഹാരിസ് ബിരൺ? നമുക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് ഈ ഒരു SIR വിഷയത്തിൽ തോന്നിയത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അമ്പയർ പോലെയോ അല്ലെങ്കിൽ ഒരു റെഫറി പോലെയൊക്കെ നിൽക്കേണ്ട ഒരു ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ഈ പറയുന്ന റെഫറിയും അമ്പയറും ഒരു പ്രത്യേക ടീമിൻ്റെ അടുത്തേക്ക് ചായുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ തന്നെ ബീഹാറിൽ നമ്മൾ കണ്ടാണ്, ജനുവരിയിൽ അവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരണമെല്ലാം കഴിഞ്ഞതാണ്. ജനുവരിയിൽ കഴിഞ്ഞ പരിഷ്കരണത്തിൽ അവർക്ക് തോന്നി ഈ പ്രത്യേക വോട്ടർ പട്ടികയായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിയപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇൻറ്റൻസീവായിട്ടുള്ള പരിഷ്കരണം എന്ന് പറഞ്ഞുള്ള പുതിയ സംഗതി കൊണ്ടുവന്നു. അതിനകത്താണ് 65 ലക്ഷം ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് ജനുവരിയിൽ ഇവരെല്ലാവരും അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആൾക്കാർ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പേരുകൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അത് എന്തോ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുള്ള ഒരു സംഗതിയാണ്, എന്തോ അതിനകത്ത് മിസ്സിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്നത് പോലെ അതിൻ്റെ ജോലി ഉത്തരവാദിത്തത്തോടു കൂടി അതും ഇമ്പാർഷ്യലായിട്ട് ഒരു പക്ഷപാതമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാത്രമേ ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവ്വമായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ അതിന് വിഘാതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിവിഷനൊക്കെ നടത്തുന്നത്. അതായത് കുറേ ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ബംഗാളിൽ അടുത്തത് നടക്കും. ബംഗാളിൽ നടക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് കുറേ പേരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തും. കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സെറ്റ് വോട്ടർമാരെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ നടത്തുന്ന പരിഷ്കരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നിയമവിരുദ്ധം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേട്ടൊരു കാര്യം, ഇപ്പം കേരളത്തിലേക്കടക്കം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം ഈ ജോലിക്കായി പോകുന്നവരൊക്കെ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ അവർ ആ വോട്ടർ പട്ടികയിലില്ല. അവിടുത്തെ ഒരു ആളാണ്, അവിടെ താമസിക്കുന്ന ആളാണെന്നുള്ളതിന് ഒരു രേഖ പോലുമില്ല. ആ രീതിയിൽ അവരെയൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും വെട്ടി നിരത്തിയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് തന്നെ പ്രവാസികളാണ്. അപ്പോൾ ഈ പ്രവാസി വോട്ടുകൾക്കൊക്കെ എന്താകും ഇനി സംഭവിക്കുക? കാരണം പ്രവാസി വോട്ടിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. പ്രവാസി വോട്ടിൽ ഇപ്പോൾ പ്രവാസികൾ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഈ നിയമത്തിൽ തന്നെ ഒരു പ്രത്യേക വകുപ്പുണ്ട്. അപ്പോൾ അത് പ്രവാസികളാണെങ്കിൽ അവരുടെ വിസ കാണിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ആ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ വെട്ടി നിർത്താൻ പറ്റില്ല. അപ്പം പ്രവാസികളൊക്കെ അത് സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, അവർ സുരക്ഷിതരാണ്. പക്ഷെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കുടിയേറ്റ ജീവനക്കാരുണ്ടല്ലോ, അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെയാണ് എവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു സ്റ്റേറ്റ്ലെസ് ആളുകളാക്കി മാറ്റുന്ന രീതിയിലേക്ക്
രീതിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ബോംബെയിലും ഡൽഹിയിലൊക്കെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകളായിരിക്കും. അങ്ങനത്തെ ഉള്ള ആളുകളിലാണ് വലിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കാണാൻ പോകുന്നത്. അവർക്കാണ് ഈ ചെറിയൊരു ഭീഷണി ഉണ്ടാകുന്നത്. ബീഹാറിൽ സംഭവിച്ചതും അങ്ങനത്തെ ആളുകളിലാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ് ഇനി. ശ്രീ ഹാരിസ് ബിരാൻ, ഇനിയിപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ ഇന്ത്യ US വാണിജ്യ ചർച്ചകളൊക്കെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദ്യം ഇത് ഒരു ഘട്ടത്തിൽ വരെ മുന്നോട്ട് പോയതാണ്. അതിനുശേഷമാണ് ട്രംപ് അധിക തീരുവ 2 ഇരട്ടി തീരുവയൊക്കെ നമുക്ക് മേൽ ചുമത്തിയതും. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ചകൾക്ക് ഒരു ജീവൻ വച്ചിരിക്കുന്നു. അമേരിക്കൻ സംഘം ഇവിടെയുണ്ട്, ഡൽഹിയിലുണ്ട്. അവർ ചർച്ചകൾ തുടങ്ങാനൊക്കെ പോവുകയാണ്. ഇപ്പോഴും 2 കാര്യങ്ങളിൽ ഈ ഇന്ത്യ ഇപ്പോഴും ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും ഒന്നും ഇന്ത്യ നിലപാടൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ ചർച്ച എത്ര കണ്ട് മുന്നോട്ട് പോകും? വീണ്ടും ഒരു നല്ലൊരു സൗഹൃദത്തിലേക്ക് 2 രാജ്യങ്ങളും ഈ ചർച്ചയിലൂടെ വഴിമാറുമെന്ന് പ്രതീക്ഷ ചെയ്യാൻ കഴിയുമോ ശ്രീ ഹാരിസ് ബിരാൻ? ഈ ട്രംപ് എന്ന് പറയുന്നത് നല്ലൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതും ഈ കച്ചവടം തന്നെയാണ്. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 50% തീരുവയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു ചർച്ച വരുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് താഴേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റ് നിന്ന് അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു തീരുവ വെക്കുക എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന് പോലും അതൊരു ഗുണം ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നത്. കാരണം അവരുടെ ഈ തീരുവ കൂടുന്തോറും അവരുടെ ആളുകൾക്ക്, അമേരിക്കക്കാർക്കായിരിക്കുമല്ലോ ഇതിനകത്ത് കൂടുതൽ മറ്റേ പൈസ കൊടുത്തിട്ട് സാധനം മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഈ 25 എന്ന് പറഞ്ഞ് 50% മാറ്റിയത് ചിലപ്പോൾ ആ 25 ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പറയും ഞാൻ പകുതി തീരുവ കട്ട് ചെയ്ത് 25 കുറഞ്ഞു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും ഒരു വിജയമാണ്. എന്നാൽ അമേരിക്കക്കാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കച്ചവടക്കളിയിൽ ഉള്ള സംഗതികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ 2ാമത് ചർച്ചകളൊക്കെ തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായില്ലെങ്കിൽ അമേരിക്കക്ക് കനത്ത നഷ്ടം തന്നെ ഉണ്ടാകും. ഇന്ത്യയിലേക്കാളും കൂടുതൽ നഷ്ടം എന്തായാലും അമേരിക്കക്ക് ഉണ്ടാകും. ഇന്ത്യക്ക് വേറെ മാർക്കറ്റുകൾ ഇഷ്ടംപോലെ കിട്ടും. അമേരിക്കക്ക് അത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ പ്രോഡക്ട്സ് വേറെ ഒന്നും കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അമേരിക്ക കുറച്ച് താഴേക്ക് വരും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി ശ്രീ ഹാരിസ് ബിരാൻ. ഞങ്ങൾക്കിപ്പം രാവിലെ തന്നെ ചേർന്നത്. അപ്പോൾ